ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജേഷ് പുറക്കാട്. എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. അപ്പം LDC ഇത്തവണത്തെ LDC ഇനി അവസാന പരീക്ഷയാകാൻ സാധ്യതയുള്ള ആളുകൾ, അതായത് 36 കഴിഞ്ഞിട്ടും വീണ്ടും ആ ഒരു പ്രായപരിധിയുടെ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് തിരിച്ചു വരുന്ന ആളുകൾ, അവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ ഒരു സെഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അവസാനം ആ ഒരു ടൈമിൽ നിൽക്കുന്ന ആളുകൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇതിനിടയിലുള്ള ഏതെങ്കിലും 1-2 പരീക്ഷകൾ ഉണ്ടാവാം, അടുത്ത LD ലാസ്റ്റ് പരീക്ഷയായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഗുണപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളത് ഇതാണ്. ഒരു ഗോൾഡ് ബാച്ച് ഈ 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു ബാച്ചാണിത്. അങ്ങനെയുള്ള ആളുകളെ കൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു ബാച്ച് നമ്മൾ 20-ാം തീയതി എൻ്റെ മേൽനോട്ടത്തിലുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാം. അതിലുപരി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ട് അത് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഈ ബാച്ചിൽ ചേർന്നോ പഠിക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ രീതിയിലുള്ള എല്ലാ ഗൈഡൻസും ഇന്ന് നൽകും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം 2023 നവംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഉറപ്പായിട്ടും 2026 നവംബറിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ അത് ചിലപ്പോൾ ഡിസംബറിലേക്ക് നീണ്ടേക്കാം. അതല്ലാതെ ഈ വർഷം വരുമോ, ഈ വർഷം നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമോ എന്നുള്ള ഒരു ചിന്തയ്ക്ക് ഇവിടെ പ്രാധാന്യമില്ല. ഉറപ്പായിട്ടും വരും. ഇനി എന്തെങ്കിലും കാരണവശാൽ ഡിസംബറിൽ വന്നില്ല, ജനുവരിയിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ പോലും ആ ഒരു വർഷത്തെ ഗ്യാപ്പിൽ ആളുകൾക്ക് പ്രായപരിധി തികയുന്നവർക്ക് അവസരം നഷ്ടമാകാതിരിക്കാൻ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ പറയുന്ന 2026 അവസാനം വരുന്ന പോലെ തന്നെ 2026 ജനുവരി 1 കണക്കാക്കിയായിരിക്കും പ്രായം കണക്കാക്കുക. അങ്ങനെയാവുമ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ജനറൽ വിഭാഗത്തിലാണെങ്കിൽ 2/1/1956 ജനുവരി 2-നും അതിനുശേഷവും ജനിച്ച ആളുകൾക്ക്, 1956 ജനുവരി 1-നാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾ ജനറൽ വിഭാഗത്തിലാണെങ്കിൽ ഈ LDC നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജനുവരി 2-നും അതിനുശേഷവുമാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഉയർന്ന പ്രായപരിധിയുള്ള ആളുകളെ സംബന്ധിച്ച്. ഇനി കുറഞ്ഞ പ്രായം എല്ലാവർക്കും അറിയാം, 18 വയസ്സാണ്. 18 വയസ്സ് തികയുക എന്ന് പറയുന്നത് അതെപ്പോൾ തന്നെ തികയണം, ഈ വർഷം അല്ലേ, ജനുവരി 1 കണക്കാക്കിയിട്ടാണ്. അപ്പോൾ 1/1/2008, അതായത് 1/1/2026 18 തികയണം. അതിനുശേഷം 18 തികഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർക്ക്, കുറഞ്ഞ പ്രായത്തിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് എല്ലാ വിഭാഗത്തിനും സെയിം ആണ്, 18 വയസ്സ്. ഉയർന്ന പ്രായപരിധിയാണ് ഇപ്പോൾ വ്യത്യാസം വരുത്തിയത്. അത് ജനറൽ വിഭാഗത്തിന് 40 ആക്കി, അതായത് 4 വർഷം കൂട്ടി. അപ്പോൾ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് 40, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി 43, SCക്ക് എത്രയായി 45 ആയിട്ടുണ്ട്. അപ്പോൾ OBC വിഭാഗക്കാരാണെങ്കിൽ നിങ്ങൾ 1983 ജനുവരി 2-നോ അതിനുശേഷമോ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ SC/ST വിഭാഗമാണെങ്കിൽ 5 വർഷമാണ്. OBC എന്ന് പറയുമ്പോൾ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എല്ലാം ആ ഒരു 3 വർഷത്തെ ഇളവുള്ള എല്ലാവർക്കും. ദെൻ SC/ST വിഭാഗക്കാർക്ക് 5 വർഷമാണ് ഇളവുള്ളത്. അങ്ങനെയാകുമ്പോൾ 1981 ജനുവരി 2-നോ അതിനുശേഷമോ ജനിച്ചവരാകണം. ജനുവരി 1-നാണെങ്കിൽ പറ്റില്ല. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എല്ലാ വീഡിയോയിലും കാണുന്ന കമൻറ്റാണ്. എൻട്രിയുടെ ഇപ്പോൾ LDCയുടെ എല്ലാ വീഡിയോയിലും ഇത് പറ്റുമോ, എനിക്ക് പറ്റുമോ എന്നുള്ള കമൻറ്റ്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നതെങ്കിലും, നവംബറിലായാലും ഡിസംബറിലായാലും, ഇനി ജനുവരിയിലേക്ക് നീണ്ടുപോയാൽ പോലും ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി കാരണം LDC പോലെയുള്ള LGS പോലെയുള്ള പരീക്ഷയിൽ അങ്ങനെ ഒരു വർഷം നഷ്ടപ്പെടുത്താൻ അങ്ങനെയുള്ളവരെ പരിഗണിക്കാതെ പോവാറില്ല. ഓക്കെ, ഇനി നിങ്ങൾ ഉയർന്ന പ്രായപരിധിയിൽ നിൽക്കുന്നവർ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ വേവലാതികളുണ്ട്, അതേപോലെ നേരെ തിരിച്ചുള്ള കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് സോർട്ട് ചെയ്തിട്ട് ആത്മവിശ്വാസത്തോടെ വേണം നമ്മളിതിന് മുന്നിട്ടിറങ്ങാൻ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിൽ നിന്ന് മാറ്റേണ്ട ചിന്ത ഇതാണ്, പ്രായം അല്ലേ. അപ്പോൾ ഇവിടെ 18 വയസ്സ് മുതൽ അപ്ലൈ ചെയ്യാം. 22, 23 വയസ്സുള്ളവർ, 25 വയസ്സുള്ളവർ, മിടുക്കരായിട്ടുള്ള ആളുകൾ, അവരെ ബുദ്ധിശക്തി അങ്ങനെ ഇങ്ങനെ അവരോടെയാണ് ഞാൻ മത്സരിക്കേണ്ടത്, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ 22, 23 ഉള്ള അപൂർവം ആളുകളാണ്. കഴിഞ്ഞ LDC ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 22 വയസ്സൊക്കെ ഉള്ള ആളുകൾ, വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് 22, 23 ഉള്ളത്. അതും ആ 1-2 ആളുകൾ, 2-3 ആളുകൾ. പിന്നീട് അങ്ങോട്ടുള്ളവർ 25, 26, 28, 30, 31, 36, ഇങ്ങനെ അവസാനത്തെ പ്രായപരിധി 36 അല്ലേ. അന്ന് OBCക്ക് 3, 39 അല്ലേ, SCക്ക് 5, 41 അല്ലേ. ഈ പ്രായപരിധിയിലുള്ള ആളുകളും ഇഷ്ടംപോലെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമല്ല. പ്രായത്തിനെ നിങ്ങൾ ഒരു ബാധ്യതയായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു നെഗറ്റീവായിട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണേണ്ട. അത് നിങ്ങളുടെ അനുഭവ സമ്പത്തായിട്ട് കാണാം. നമ്മൾ തമാശയ്ക്ക് പറയാറില്ലേ അല്ലേ, 35 വയസ്സായി എന്ന് പറയുമ്പോൾ 25ഉം 10 വർഷത്തെ അനുഭവ സമ്പത്തും ഉണ്ട് എന്ന് പറയും. അങ്ങനെയൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട്. അതേപോലെ ബാക്കിയുള്ളത് അങ്ങോട്ടേക്കുള്ളത് എത്രയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രായക്കാരാണ് നിങ്ങളെക്കാളും മികച്ചവരെന്ന് നിങ്ങൾ കരുതുന്നത്, അത് 25കാരാണെങ്കിൽ അതിന് ശേഷമുള്ളത് നിങ്ങളുടെ അനുഭവ സമ്പത്തായിട്ട് കൂട്ടിയാൽ മതി. ഇത്രയും
കാലം PSCയിൽ നിങ്ങൾ പല രീതിയിൽ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പല പ്രയത്നങ്ങളും നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ എന്താണ് അത് ഫലിക്കാതെ പോയിട്ടുണ്ട്, ആ പ്രയത്നത്തിന് ഗുണഫലം കിട്ടാതെ പോയിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക. ആ തിരിച്ചറിവുകളാണ് നമ്മുടെ അനുഭവ സമ്പത്തുകൾ എന്ന് പറയുന്നത്. നമ്മുടെ തോൽവികളാണ്, ആ തോൽവി നമ്മൾ പഠിച്ച പാഠങ്ങളാണ് നമ്മുടെ അനുഭവ സമ്പത്തുകൾ. അപ്പോൾ ഈ പ്രായത്തെ 35 ആണെങ്കിൽ 40 ആണെങ്കിൽ അതിനൊരു പേടി സ്വപ്നമായിട്ട് അല്ലെങ്കിൽ ബാധ്യതയായിട്ട് എനിക്ക് ഈ പ്രായത്തിലൊന്നും പറ്റില്ല എന്നുള്ള ചിന്തയോടെ നിങ്ങൾ കാണണ്ട. നിങ്ങൾക്ക് അത്രയും അനുഭവ സമ്പത്ത് അവരെക്കാൾ കൂടുതലുണ്ട്. അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആണെന്ന് കരുതിയാൽ മതി. ഇത്രയും PSC എഴുതിയ എനിക്കുണ്ട്, PSC പരീക്ഷാ ഹാളിലെ സമ്മർദ്ദത്തെയൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് അവരെക്കാളും കൂടുതൽ എനിക്കുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താണ് കാര്യം. അല്ലെങ്കിലും പ്രായം ഒരു പ്രശ്നമല്ല. ഇപ്പം തന്നെ ലാസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ രജിത മേഡമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻ്റർവ്യൂ. അവർ ചെറിയ പ്രായത്തിൽ ആദ്യ പോസ്റ്റിൽ അവർ കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 25-ലോ 26-ലോ അവർ കയറിയിട്ടുണ്ട്. പിന്നീട് ഒരു ഗസ്റ്റഡ് പോസ്റ്റ് വേണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ അത് എഴുതിയെടുക്കുന്നത് 40-ാം വയസ്സിലാണ്. അപ്പം ചെറിയ പ്രായത്തിലും നേടാൻ പറ്റിയിട്ടുണ്ട്, വലിയ പ്രായത്തിലും. അപ്പോൾ നമ്മൾ എത്ര അർപ്പണ മനോഭാവത്തോടെ അതിനിറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്തൊരു വീഡിയോ ആയിരുന്നുകൊണ്ട് അവരുടെ പേരെടുത്ത് പറയുന്നു. ഇതേപോലെ എത്രയോ ആയിരങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള എത്രയോ പേര് ഇതേപോലെ നേടിപ്പോയിട്ടുണ്ട്. അപ്പോൾ പ്രായത്തിന് നിങ്ങൾ ആ രീതിയിൽ പേടിക്കേണ്ട. ആ ചിന്ത ആദ്യം മാറ്റി വെച്ചാൽ തന്നെ നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ അങ്ങോട്ട് ഉയരും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പണ്ട് കാലത്തൊക്കെ LDCക്ക് പഠിച്ച പോലെ അവിടെ നിന്ന് എന്തൊക്കെയോ GK ഒക്കെ പഠിച്ച് പോകേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ പരീക്ഷയിൽ വരാറേ ഇല്ല. വളരെ അപൂർവമായിട്ട് ഏതെങ്കിലും ചോദ്യപേപ്പറിൽ 1-2 ചോദ്യങ്ങൾ വന്ന് പോയാൽ തന്നെ അതെല്ലാവർക്കും ഒരേപോലെ തന്നെയായിരിക്കും, അതങ്ങ് ഡിലീറ്റ് ആക്കും. അതുകൊണ്ട് ഇപ്പോൾ ആരും ഈ പറഞ്ഞ മത്സര രംഗത്തുള്ള മിടുക്കരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ആരും ഈ വാരി വലിച്ചുള്ള GK പഠനം ചെയ്യുന്നില്ല. പഴയ രീതിയിലുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് എന്നും പറഞ്ഞിട്ടുള്ള കുറേ ഫാക്സിങ്ങൾ ഇങ്ങനെ കേട്ട് പോകുന്ന രീതിയിൽ, അങ്ങനെ പഠിച്ചു പോകുന്ന രീതിയിൽ, അങ്ങനെ ചോദ്യപേപ്പർ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ചോദ്യം എവിടെ നിന്നോ വന്നൊരു ചോദ്യം, അതിൻ്റെ അനുബന്ധ വസ്തുതകളായിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുക, അതിലൊന്നും ഇപ്പോൾ കാര്യമില്ല. ഇപ്പോൾ സിലബസിൽ ഒതുങ്ങി നിന്ന് സിലബസിലുള്ള ഓരോ ടോപ്പിക്കുകളും നല്ല രീതിയിൽ കവറേജ് ചെയ്യുക. ആ സിലബസിലെ ഓരോ ടോപ്പിക്കിനും എത്ര മാർക്ക് ഉണ്ട് എന്നുള്ള ആ മാർക്ക് വെയിറ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഹിസ്റ്ററി 5, ജോഗ്രഫി 5, എക്കണോമിക്സ് 5, ഇങ്ങനെയുള്ള ആ മാർക്ക് വെയിറ്റേജും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ സിലബസിനെ കൃത്യമായി അറിഞ്ഞിട്ട് ആ സിലബസ് മുന്നിൽ ഒട്ടിച്ചു വെച്ചിട്ട് വേണം പഠിക്കാൻ. ആ പഠിച്ചു പോകുന്ന സമയത്ത് ഓരോ ടോപ്പിക്കിന് കഴിയുന്ന സമയത്ത് അതിനെ മാർക്ക് ചെയ്ത് പോവുക. നമ്മുടെ ബാച്ചിലാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് പോവുക. ഓരോ ടോപ്പിക്കും കഴിയുമ്പോൾ നിങ്ങൾക്ക് സിലബസിൽ മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ഓരോ ഏരിയകളും തീർത്തിട്ട് ആ ഓരോ ഏരിയയുടെയും എക്സാമുകൾ അറ്റൻഡ് ചെയ്ത്, ഇപ്പോൾ ഒരു ടോപ്പിക്ക് തീർത്താൽ അവിടെ നിന്നുള്ള എക്സാം അറ്റൻഡ് ചെയ്യണം, നിർബന്ധമാണ്. പഠിച്ചാൽ മാത്രം പോരാ, അത് റിവിഷൻ ചെയ്താൽ മാത്രം പോരാ. അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെ വരാം എന്നും കൂടെ അറ്റൻഡ് ചെയ്ത് അത് ക്ലിയർ ആക്കിയിട്ട് വേണം അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ. അങ്ങനെ ഓരോ ടോപ്പിക്കായിട്ടാണ് ഇപ്പോൾ തീർക്കേണ്ടത്. അല്ലാതെ അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള വാരി വലിച്ചുള്ള എന്തെങ്കിലും കുറേ GK പഠിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് LDC കിട്ടില്ല. LDC മാത്രമല്ല ഒരു PSCയും കിട്ടില്ല. തിരിച്ചറിയുക. PSC മാറി, ഇല്ല എത്രയോ വർഷങ്ങളായി, 5-6 വർഷങ്ങളായിട്ട് PSCയിൽ മാറി. കൃത്യമായ സിലബസ് ഉണ്ട്. ആ സിലബസ് അനുസരിച്ചാണ് പഠിക്കേണ്ടത്. അപ്പോൾ സിലബസിൻ്റെ പുറത്ത് ഏതെങ്കിലും ചോദ്യപേപ്പറിൽ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ചില ചോദ്യപേപ്പറിൽ കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ, മധ്യകാല ചരിത്രത്തിൽ നിന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ചില പരീക്ഷകൾ വന്നിട്ടുണ്ട്. അത് കണ്ട് അത് പഠിക്കാൻ നിങ്ങൾ പോകണ്ടെന്നേ. നിങ്ങൾ ആദ്യം സിലബസ് തീർക്കുക. ആ ചോദ്യം ആർക്കും കിട്ടൂല, അത് പോട്ടെ. ഇനി ആർക്കെങ്കിലും കിട്ടിയാൽ തന്നെ വിഷയമില്ല. അതെന്ത് ചെയ്യും, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചേർന്ന് ഡിലീറ്റ് ചെയ്യിപ്പിച്ചേക്കും. ഔട്ട് ഓഫ് സിലബസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സിലബസ് തീർക്കുക. എന്നിട്ട് സമയത്തെ മാത്രം പുറത്തേക്ക് പഠിച്ചാൽ മതി, വേറെ ഒന്നിലേക്കും പോകണ്ട. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്, കാർഡടച്ചുള്ള പഠനം ഒഴിവാക്കുക. എന്തെങ്കിലും വാരി വലിച്ച് GK പഠിക്കുന്ന ആ പരിപാടി നിർത്തുക. ഇപ്പോൾ അങ്ങനത്തെ GK പഠനത്തിന് PSCയിൽ സ്കോപ്പില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയകൾ തന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് കാര്യമില്ല. GK വിഷയങ്ങൾ നിങ്ങൾക്ക് ഹിസ്റ്ററിയാണ്, ഹിസ്റ്ററി തന്നെ ഇങ്ങനെ പഠിക്കുക. അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള GK പഠിക്കാനാണ് ഇഷ്ടം, അതിങ്ങനെ പഠിക്കുക. അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഭരണഘടനയുണ്ട്, കേരള ഭരണ സംവിധാനമുണ്ട്, സുപ്രധാന നിയമങ്ങളുണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, സയൻസിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ഉണ്ട്, അല്ലേ? ഇങ്ങനെ GK ഏരിയകൾ ഇങ്ങനെ വാസ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും പഠിക്കേണ്ടതാണ്. ഇഷ്ടമുള്ള മാത്രം പഠിച്ചു ബാക്കിയുള്ളതിനെ ഒഴിവാക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല ഈ പറയുന്ന LDC പോലെയുള്ള പരീക്ഷകളിൽ. നിങ്ങൾക്ക് കടുപ്പമുള്ളതായാലും എളുപ്പമുള്ളതായാലും എല്ലാ വിഷയങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് നന്നായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുക. അവിടെ 10 30 മാർക്കല്ലേ ഉള്ളൂ, 10 മാർക്കല്ലേ മാത്സ് ഉള്ളൂ. മാത്സ് എനിക്ക് പണ്ടേ പാടാണ്, ഞാനത് നോക്കുന്നില്ല വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. ഈ 10നെ പൂർണ്ണമായി കൈവിട്ടുകൊണ്ട് നിങ്ങൾ മത്സരിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. ഇവിടെ നിന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്കോർ ചെയ്യണം, മാക്സിമം മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. ഏത് ടഫായിട്ടുള്ള ഏരിയയും മാക്സിമം മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാന കാര്യം റിവിഷൻ. നമ്മുടെ ബാച്ചിലാണെങ്കിൽ നമ്മൾ തിങ്കൾ ടു വെള്ളി പഠിക്കും, ശനിയും ഞായറും നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യും.
അതേപോലെ തന്നെ ഒരു 6-7 ടോപ്പിക്കുകൾ കഴിയുമ്പോൾ അത് മൊത്തം റിവിഷൻ ചെയ്യാൻ 1-2 ദിവസം ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ റിവിഷൻ എക്സാം ഉണ്ടാവും. ഇങ്ങനെ റിവിഷന് നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കണം. ഇതേപോലെ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിലും റിവിഷൻ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾ പഠിച്ചത് എവിടെ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഏത് പ്രായത്തിലുള്ള വ്യക്തി ആയിക്കോട്ടെ, ചെറുപ്പത്തിലുള്ളതായിക്കോട്ടെ, ഇനി പ്രായപരിധി പിന്നിട്ടുകൊണ്ടിരിക്കുന്ന ആളായിക്കോട്ടെ, എല്ലാവർക്കും മറവി ഉണ്ടാവും. പഠിക്കുന്നതിൻ്റെ നിശ്ചിത ശതമാനം ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ കുറഞ്ഞ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് റിവിഷൻ ചെയ്തില്ല എങ്കിൽ അത് പോകും. അതുകൊണ്ട് നിർബന്ധമായിട്ടും റിവിഷൻ ചെയ്യുക, അതിന് വേണ്ട സമയം നീക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്ത കാര്യം, പരമാവധി പരീക്ഷകൾ എഴുതുക. ഓരോ ടോപ്പിക്കിൻ്റെയും ആ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാമെന്ന് മനസ്സിലാക്കാനുള്ള ടോപ്പിക് വൈസ് എക്സാമുകൾ, കുറച്ചധികം ടോപ്പിക്കുകൾ ചേർന്നുള്ള ഒരു സ്റ്റഡി സർക്കിളിൻ്റെ എക്സാമുകൾ, അങ്ങനെയുള്ള എക്സാമുകൾ നമ്മൾ എൻട്രിയിൽ ഉണ്ടാവും. അപ്പോൾ അത്തരം എക്സാമുകൾ, പിന്നെ ഒരു 4 സ്റ്റഡി സർക്കിളൊക്കെ കഴിയുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് കൊണ്ടൊന്ന് റിവിഷൻ ചെയ്തിട്ടുള്ള മെഗാ സ്റ്റഡി സർക്കിൾ എക്സാം. അപ്പോൾ ഇങ്ങനെ മാക്സിമം എക്സാമുകൾ എഴുതണം. മോഡൽ എക്സാമുകൾ, ലൈവ് എക്സാമുകൾ, ഇതിനിടയിൽ യഥാർത്ഥ പരീക്ഷകൾ. നിങ്ങൾ LDC ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ ഏതൊക്കെ പരീക്ഷകൾ എഴുതാൻ പറ്റുമോ PSCയുടെ നേരിട്ട് അതൊക്കെ എഴുതുക. അതേപോലെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വരുന്ന എക്സാമുകൾ എഴുതുക. നാട്ടിൽ ആരെങ്കിലും നടത്തുന്ന എക്സാമുകളുണ്ടെങ്കിൽ അത് എഴുതുക. ഇതൊക്കെ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അല്ലാതെ ഞാൻ LDC ആണ് നോക്കുന്നത്, അതിനിടയിലുള്ള ഒന്നും എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല, ഞാൻ അതൊന്നും നോക്കുന്നില്ല, അപ്ലൈ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നിങ്ങൾ അത്രയും വലിയ ലക്ഷ്യമായി കാണുന്ന LDC പരീക്ഷ നിങ്ങളുടെ ആദ്യ പരീക്ഷയായി മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനിടയിൽ നിങ്ങൾ വേറെ പരീക്ഷ ഒന്നും എഴുതാതെ നിങ്ങളുടെ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ആ പരീക്ഷ മാത്രമായിട്ട് പോയിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്കത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതിനിടയിൽ പരീക്ഷ എഴുതി നമുക്കൊരു കഴിവ് കൂട്ടാനുണ്ട്, സമ്മർദ്ദം കുറയ്ക്കാനുണ്ട്, അത് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിച്ച് തയ്യാറായിട്ടില്ലെങ്കിലും ഇതിനിടയിലുള്ള VFA ആയാലും മറ്റേതെങ്കിലും LGS ആയാലും ഏത് പരീക്ഷ വന്നാലും അതൊക്കെ പോയിട്ട് എഴുതണം. അല്ലാതെ ഇത് ഞാൻ പഠിച്ച് തീർന്നിട്ടില്ല, അപ്പോൾ പിന്നെ ഞാനിത് എന്ത് എഴുതാനാ, പോകുന്നില്ല എന്ന് വെച്ചേക്കരുത്. പോയിട്ട് എഴുതണം. ആ ദിവസങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് പോയിട്ട് എഴുതണം. സീരിയസ് ആയിട്ട് പഠിക്കാതെ പോയിട്ട് എഴുതിയിട്ടും കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അവിടെ ടെൻഷനില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷനെ ഓവർകം ചെയ്യേണ്ട ആവശ്യമില്ല. ടെൻഷൻ അടിച്ചു പോയിട്ട് യഥാർത്ഥ പരീക്ഷ എങ്ങനെയാണോ ആ പരീക്ഷയുടെ രീതികൾ അവലംബിച്ചുകൊണ്ട് എഴുതി ശീലിക്കണം. അങ്ങനെ നമുക്ക് സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ കിട്ടുന്ന ഒരു അനുഭവ സമ്പത്തുണ്ട്, അതും നമുക്ക് വേണ്ടതാണ്. അതുകൊണ്ട് മാക്സിമം എക്സാമുകൾ ഇതിനിടയിൽ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ സ്മാർട്ട് വർക്ക്, നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രം പോരാ. ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നതോടൊപ്പം തന്നെ ചില സ്മാർട്ട് വർക്കുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അറിയാത്ത എന്തൊക്കെയോ വർക്കുകളല്ല. ഇന്ന് ആദ്യ റാങ്കുകൾ, ഇന്നല്ല എന്നും ആദ്യ റാങ്കുകൾ നേടുന്നവരെല്ലാവരും ചെയ്യുന്നതാണ്. എൻ്റെ കാലഘട്ടത്തിൽ, ഞാനൊക്കെ 2007 കാലഘട്ടത്തിൽ പഠിച്ചവരാണ്. 2009 സർവീസ് കയറിയതാണ്. അന്നും ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സ്മാർട്ട് വർക്കുകൾ പരീക്ഷയിൽ ചെയ്യണം. ഒന്നാമത്തത് ലോജിക്കൽ ഗസ്സിംഗ് ആണ്. ലോജിക്കൽ ഗസ് നടത്തുക. ലോജിക്കൽ കറക്കിക്കുത്ത് എന്ന് പറയും അല്ലേ, എലിമിനേഷൻ മെത്തേഡ്, ഇങ്ങനെ പല പേരുകളിൽ അതിനെ വിളിക്കും. നമ്മൾ 2018 മുതൽ റാങ്ക് മേക്കർ PSC ടിപ്സ് എന്ന ടെലഗ്രാം ചാനൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ചോദ്യകർത്താവിൻ്റെ സൈക്കോളജി അറിഞ്ഞുള്ള കറക്കിക്കുത്ത്, ചോദ്യങ്ങളുടെ ഓപ്ഷനുകൾ നോക്കിയുള്ള കറക്കിക്കുത്ത്, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കറക്കിക്കുത്തുകളുണ്ട്. അപ്പോൾ അത് സ്വായത്തമാക്കുക. അത് പരീക്ഷയുടെ അന്ന് പരീക്ഷ ഹാളിൽ ചെയ്ത് ശീലിക്കേണ്ട സാധനമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപകൻ, ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ ഞാൻ തന്നെ ഒരു ചോദ്യം പറഞ്ഞിട്ടതാ, ഈ ചോദ്യം ഉണ്ടല്ലോ, ഇതിൽ 5 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഇതിൽ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അറിയെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ എന്തൊരു എളുപ്പമാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ നോക്കി കാണിച്ചു തന്നിട്ട് കാര്യമില്ല. കാരണം അത് വീട്ടിലിരുന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴാണ് ആ 4ാമത്തത് അറിയെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ചിലപ്പോൾ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല, ആ ഒരു ഗൈഡൻസ് കിട്ടിയത് കൊണ്ട് മാത്രം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങനെ ചെയ്ത് ശീലിക്കണം. അതിപ്പോഴേ തുടങ്ങണം. നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളൊക്കെ ആ രീതിയിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. ഓപ്ഷനുകൾ നോക്കണം. ഏതെങ്കിലും അറിയുന്ന പോയിന്റുകൾ വെച്ചിട്ട് ഇതിൻ്റെ ഓപ്ഷനുകൾ നോക്കിയിട്ട് വെട്ടിക്കുറച്ചിട്ട് എത്താൻ പറ്റുന്നുണ്ടോ നോക്കണം. ഇങ്ങനെയുള്ള ലോജിക്കൽ ഗസ് ഇപ്പോഴേ നടത്തി ശീലിക്കുക. പരീക്ഷ എടുത്തിട്ട് ചെയ്താൽ പോരാ, ഇപ്പോഴേ ചെയ്ത് ശീലിക്കുക. ആ ചെയ്തുള്ള അനുഭവ സമ്പത്ത് വേണം. കണ്ടന്റ് അളവ് ഉള്ളിലേക്ക് കൂടി നമുക്കത് ചെയ്യാനുള്ള കഴിവും കൂടി വരണം. ഇത് രണ്ടും കൂടെ ചേർന്നാലാണ് അവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശരിയും കുറഞ്ഞ തെറ്റുമായിട്ട് മാറുക. അപ്പോൾ അത് ചെയ്ത് ശീലിക്കുക. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, അതിന് കുറേ ടിപ്സ് ഉണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഞാനത് വിശദമായിട്ട് നിങ്ങൾക്ക് ബാച്ചിൽ പറഞ്ഞു തരുന്നതാണ്. ഓരോരുത്തർക്കും അത് തുടക്കം മുതൽ അവസാനം വരെയുള്ള കാലഘട്ടങ്ങളിൽ പല സമയത്തായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള മൈക്രോ ലെവൽ ടിപ്സും ഉണ്ട്, മാക്രോ ലെവൽ ടിപ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. അതേപോലെ തന്നെ മൈക്രോ ലെവൽ അപ്രോച്ച്, ഒരു പരീക്ഷ വിജയിക്കണമെങ്കിൽ അവിടെ നിങ്ങൾ പഠിച്ചാലും റിവിഷൻ ചെയ്താലും എക്സാം എഴുതിയാലും മാത്രം പോരാ. അവിടെ എക്സാം ഹാളിൽ പ്രാവർത്തികമാക്കേണ്ട, പഠനം തുടങ്ങിയ കാലഘട്ടം മുതൽ പ്രാവർത്തികമാക്കേണ്ട, പഠനകാലത്ത് മുഴുവൻ കൊണ്ടുപോകേണ്ട, പരീക്ഷ ഹാളിൽ നടപ്പിലാക്കേണ്ട കുറേ മൈക്രോ ലെവൽ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഒരു റാങ്ക് ചെയ്ത ജനിക്കുന്നുള്ളൂ. അത്തരം വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് PYQ എന്ന് പറയുന്നത്. പലരും ഇതിനെപ്പറ്റി അറിയാതെ പണ്ടെങ്ങാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഘട്ടം PYQ ആണ് അന്ന്.
2021 ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിലബസ് അറിഞ്ഞുള്ള പഠനമാണ് വേണ്ടത്. ആദ്യം ടോപ്പിക്കുകൾ പഠിച്ച് തീർക്കുക, PYQ പിന്നെയാണ്. അന്നായിരുന്നെങ്കിൽ PYQ മാത്രം ഒരു 10 കൊല്ലത്ത് പഠിച്ചാൽ ഒരു 80-90% മാർക്ക് കിട്ടും. ചില പരീക്ഷകൾ ഫുൾ മാർക്ക് തന്നെ കിട്ടും, ഫുള്ള് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി, ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് 10 വർഷത്തെ പ്രീവിയസ് പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില പരീക്ഷയിൽ ഒരൊറ്റ ചോദ്യം പോലും കിട്ടില്ല. ഒരു പ്രീവിയസ് പോലും ഇല്ലാത്ത പരീക്ഷകൾ ഇന്ന് നടക്കുന്നുണ്ട്. ചിലപ്പോൾ 5-10 ക്വസ്റ്റ്യൻസ് കിട്ടാം, ചില പരീക്ഷകളിൽ 10-15 ആയിട്ട് മാറാം. അത് വളരെ അപൂർവമായിട്ടേ സംഭവിക്കുന്നുള്ളൂ. ഇന്ന് പ്രീവിയസിൻ്റെ എണ്ണം വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് പ്രീവിയസ് പഠിക്കേണ്ട എന്നുള്ളതല്ല, അത് പിന്നീട് നോക്കേണ്ട കാര്യം. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ കുറേ പ്രീവിയസും അനുബന്ധ വസ്തുതകളും പഠിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ എവിടെ എത്തില്ല. അത്രയും ടൈം നിങ്ങൾ വേസ്റ്റ് ആക്കുകയാണ്. അങ്ങനെയുള്ളൊരു പുസ്തകം വാങ്ങിയിട്ടല്ല നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ ദിവസവും ഒരു PYQയും റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചുകൊണ്ട് ഇന്ന് ആർക്കും ജോലി കിട്ടില്ല. നിങ്ങൾ സിലബസ് അറിഞ്ഞ് പഠിക്കുക, അതോടൊപ്പം അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൂടെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ സിലബസ് ഒക്കെ തീർത്തതിന് ശേഷം മാക്സിമം PYQ ചെയ്യുക. അതാണ് വേണ്ടത്. PYQയും റിലേറ്റഡ് ഫാക്ട്സും മാക്സിമം. അപ്പോൾ അത് ഒരു റിവിഷൻ പോലെ ആവും. അല്ലാതെ നിങ്ങൾ ഇന്ന് ഒരു PYQ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും 10 പഠിച്ചു പോയാൽ നിങ്ങളോട് വരുന്ന ചോദ്യത്തിൻ്റെ 5 സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിങ്ങൾ ഇവിടെ ആ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച ഫാക്ട്സിൽ ഒരു ഫാക്ട്സ് പോലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ആ പഠിച്ചത് വെറുതെയാവും. ഇങ്ങനെ എത്ര ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കും? വെറുതെയാവും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാധാന്യം ഇന്നില്ല. അന്ന് വന്നതുകൊണ്ട് ഇന്നത് പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് അത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല, വിശദമായിട്ട് പഠിക്കണം. അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കിയിട്ട് PYQനെ പിന്നേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പഠനത്തോടൊപ്പം സൈഡിലൂടെ ചെറുതായിട്ട് കൊണ്ടുപോകുക. അല്ലാതെ പൂർണ്ണമായിട്ടും അത് പഠിച്ച് തീർത്ത് വേറെ ഒന്നിലേക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ പാഴാക്കുന്ന സമയം നിങ്ങൾക്ക് അതീവ നഷ്ടമായിട്ട് മാറും. അതുകൊണ്ട് സിലബസ് അറിഞ്ഞുള്ള പഠനമാണ് നമ്മൾ ആദ്യം തന്നെ തുടങ്ങേണ്ടത്. എത്ര പഠിച്ചാലും റിവിഷൻ ചെയ്താലും എക്സാമുകൾ മാക്സിമം എഴുതിയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കാൻ ഇറങ്ങിയ അന്ന് മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ മാനസിക ശാരീരിക സൗഖ്യം സൂക്ഷിക്കുക എന്നുള്ളത്, അല്ലേ? അത് സുഗമമായിട്ട് ആ ഒരു കാലയളവ് മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. പറഞ്ഞ മനസ്സിലായില്ലേ? പ്രധാനമായിട്ടും ഭക്ഷണക്രമം, അതേപോലെ ഉറക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കൃത്യമായ ചിട്ട വേണം. നമുക്ക് അടുക്കും ചിട്ടയും വേണം. അച്ചടക്കം ഉണ്ടെങ്കിൽ ഡിസിപ്ലിൻ വേണം, എന്നാലേ വിജയിക്കും എന്ന് പറയുന്നത് അച്ചടക്കമുള്ള ഒരു കുട്ടിയായിട്ട് ഞാൻ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ എനിക്ക് ദൈവം വിജയം കൊണ്ടെത്തരുന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ആ അച്ചടക്കം വഴി നിങ്ങൾക്ക് ഉണ്ടായി വരുന്ന കുറേ ഗുണഗണങ്ങളുണ്ട്. ആ ഗുണഗണങ്ങളാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണവും ഉറക്കവും അതേപോലെ പഠനത്തിൻ്റെ സമയവും എല്ലാം ഒരു ക്രമത്തിലായിരിക്കണം. വിശദമായിട്ട് വീഡിയോകൾ ഞാൻ പിന്നീട് ചെയ്യാം. ഗോൾഡ് ബാച്ചിലൊക്കെയുള്ള ആളുകൾ കൃത്യമായിട്ട് അതിനെപ്പറ്റിയുള്ള ഗൈഡൻസ് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. എത്രയോ വർഷങ്ങളായിട്ട് സെമിനാറുകളിലും ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അത് ക്രമീകരിക്കണം. ഉറക്കവും ഭക്ഷണമൊക്കെ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കണം. അതിൽ നിങ്ങൾ ക്രമം തെറ്റിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കും, മാനസിക അവസ്ഥയും ബാധിക്കും, ശാരീരിക അവസ്ഥയും ബാധിക്കും, നിങ്ങളുടെ തലച്ചോറിനെ ബാധിക്കും, നിങ്ങളുടെ പഠനം താളം തെറ്റും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ നീക്കി വെക്കുന്ന ടൈമും മറ്റ് എൻ്റർടൈൻമെൻറ്റിന് നീക്കി വെക്കുന്ന ടൈമും എല്ലാം എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കണം. അതേപോലെ തന്നെ ഉറക്കവും ഭക്ഷണവും ഒരേപോലെ ആയിരിക്കണം. അല്ലാതെ ഒരു ദിവസം ഇന്ന് നല്ല സൗകര്യമാണ്, മക്കളൊക്കെ ഉറങ്ങി, ഇന്ന് 2 മണി വരെ അങ്ങോട്ട് പഠിക്കാം എന്ന് വിചാരിക്കും. സാധാരണ നിങ്ങൾ പഠിക്കുന്നത് 11 മണി വരെയാണ്. ഇന്ന് 2 മണി വരെ പഠിച്ചാൽ അടുത്ത ദിവസം നിങ്ങളുടെ പഠനം താളം തെറ്റും. നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ പലതും നിങ്ങളോട് മറന്നു പോകും. അതുകൊണ്ട് അങ്ങനെ ആവരുത്, ഒരു ക്രമത്തിലായിരിക്കണം. ഉറങ്ങേണ്ട ഒരു ആരോഗ്യപരമായിട്ടുള്ള ഉറക്കം 7-8 മണിക്കൂർ വേണം. ഒരു പഠനകാലത്ത് നമുക്കത് 6 മണിക്കൂറായിട്ട് കുറയ്ക്കാം. ശീലിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഇനി 5 ആയാലും 4 ആയാലും നിങ്ങളൊരു 3 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ശീലമാക്കി മാറ്റാൻ പറ്റും. കണ്ടീഷൻ ചെയ്യപ്പെടും, നിങ്ങൾക്ക് അത് തുടരാൻ പറ്റും. എന്ത് തന്നെയാലും ഒരു ആവശ്യത്തിന് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഉറക്കത്തിനുള്ള സമയം നിങ്ങൾ സൂക്ഷിക്കുക. അത് അത്യാവശ്യം നല്ല ടൈം കിട്ടുന്നവരാണെങ്കിൽ 6-7 തന്നെ ഉറങ്ങുക. ഇനി പഠിക്കാനുള്ള സമയം കുറവ് കിട്ടുന്നവരാണെങ്കിൽ അത് 4-ലേക്കോ 3-ലേക്കോ കുറച്ചിട്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ട് ഓക്കെ ആക്കി എടുക്കാൻ ശ്രമിക്കുക. ഒരു 3 ആഴ്ചത്തെ സമയം കൊണ്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പഠനകാലം മുഴുവൻ ഒരേപോലെ ക്രമീകരിച്ച് കൊണ്ടുപോകണം. അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതല്ലാതെ നിങ്ങൾ പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ ഗ്യാപ്പ് വരുന്നതും ഇട്ടേച്ച് പോകുന്നതും ചെറിയ ചെറിയ ബ്രേക്ക് വരുന്നതും ഇടക്കാലത്ത് മോട്ടിവേഷൻ നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ അതുകൊണ്ടാണ്. അതൊരു ക്രമം നിലനിർത്തി പോയാൽ സുന്ദരമായിട്ട് അവസാനം വരെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ ചാൻസ് ആണെങ്കിൽ പോലും ഇത് നിങ്ങളുടെ അവസാനത്തെ അവസരമല്ല, ഏറ്റവും മികച്ച അവസരമായിട്ട് നിങ്ങൾക്കത് മാറും. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതെൻ്റെ അവസാനത്തെ ചാൻസ് ആണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിരിക്കും. ലാസ്റ്റ് ചാൻസ്, നന്നായിട്ട് പഠിക്കും, ഇല്ലേ? കുറേ കാലം നന്നായിട്ട് പഠിക്കും. പക്ഷേ ആ ചിന്ത പിന്നീട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് മാറും. പരീക്ഷ അടുക്കും തോറും അവസാനത്തെ ചാൻസ് എന്ന് പറയുമ്പോൾ അയ്യോ ഈ പരീക്ഷയിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്നുള്ള ചിന്തയായിട്ട് അത് മാറും. അപ്പം പിന്നെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് മാറും. അതുകൊണ്ട് അവസാന ചാൻസ് എന്ന് ചിന്തിക്കേണ്ട, നിങ്ങളുടെ ഏറ്റവും മികച്ച ചാൻസ് ആണ് ഇതെന്ന് ചിന്തിക്കുക. കാരണം നിങ്ങൾ ഇത്രയും കാലത്തെ പ്രയത്നത്തിലൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാറിക്കഴിഞ്ഞു. കുറേ പിഴവുകൾ വരുത്തി, തോൽവികളിൽ നിന്ന് പല പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു. വേറെ തോറ്റവരുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ചു, വിജയിച്ചവരുടെ അനുഭവങ്ങൾ കേട്ട് പഠിച്ചു. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയി.
ഓക്കെ, അത്രയും പരീക്ഷകൾ എഴുതി അങ്ങനെ എക്സ്പീരിയൻസ്ഡായി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും മികച്ച അവസരമാണ്, അവസാനത്തെ അവസരമല്ല. ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളോട് മാത്രമാണ് മത്സരം. മറ്റുള്ളവർ അല്ലേ, ഇവിടെ ലക്ഷങ്ങൾ ഉണ്ടാവും, അതിൽ നമുക്കറിയാം 10% മാത്രമാണ് മത്സര രംഗത്തുള്ളത്. ആ 10%ത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു യുണീക്ക് പീസാണ്. ആ 10%ത്തിൽ നേടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരാളാണ് നിങ്ങൾ. ഒരു യുണീക്ക് പീസാണ്, എനിക്കതിനുള്ള കഴിവുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളുടെ മത്സരം നിങ്ങളോട് മാത്രമാണ്, മറ്റുള്ളവരായിട്ട് ഒരു മത്സരവും ഇല്ല. നിങ്ങളോട് മാത്രമാണ്. ഏത് നിങ്ങളോട്? ഇന്നലകളിലെ മിനിഞ്ഞാന്നുകളിലെ നിങ്ങളോട് മാത്രം അല്ലേ. ആ കഴിഞ്ഞ ദിവസങ്ങളിൽ പിഴവുകൾ വരുത്തിയ, തെറ്റുകൾ വരുത്തിയ നിങ്ങളോട് മാത്രമാണ് നിങ്ങളുടെ മത്സരം. ആ മത്സരത്തിൽ നിങ്ങൾ വിജയിക്കുന്നു, ആ തെറ്റുകൾ നിങ്ങൾ തിരുത്തുന്നു, അങ്ങനെ നിങ്ങൾ വിജയത്തിലേക്ക് പോകുന്നു. അതിനുള്ള തുടക്കമായിട്ട് ഈ ഒരു സെഷൻ നിങ്ങൾ മാറ്റിയെടുക്കുക, വിജയത്തിലേക്ക് കുതിക്കുക. അത് വീട്ടിലിരുന്നിട്ടായാലും എൻ്റെ കൂടി ഒരു ബാച്ചിൽ ചേർന്നിട്ടായാലും എങ്ങനെയാണ് നിങ്ങൾ വിജയിക്കുന്നതെങ്കിലും നമുക്ക് നേരിൽ കാണാം. നിങ്ങളുടെ വിജയത്തിൻ്റെ കഥകൾ പങ്കുവെക്കാൻ, നിങ്ങളുടെ റാങ്ക് ഹോൾഡേഴ്സ് സ്റ്റോറി, നിങ്ങളുടെ വിജയകഥകൾ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഞാൻ എത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണാറുണ്ടാവും എൻട്രിയിലെ ജേതാക്കളുടെ വീടുകളിലൊക്കെ പോകുന്നത്. അതേപോലെ നിങ്ങളുടെ വീട്ടുകളിലേക്ക് വരുത്തും. സുജയ് സാറിനെ ഞാൻ എൻ്റെ വീട്ടിൽ വരുത്തും എന്ന പ്രതിജ്ഞ എടുക്കുക. അല്ലെങ്കിൽ എൻട്രിയിൽ നിന്ന് പ്രദീപ് സാറിനെ അല്ലെങ്കിൽ സുജയ് സാറിനെ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ ഞാൻ വീട്ടിൽ വരുത്തും എന്നുള്ള പ്രതിജ്ഞ കൂടി എടുക്കുക. എന്നിട്ട് മികച്ച റാങ്ക് നേടാൻ തയ്യാറെടുക്കുക. അങ്ങനെ ഇത്തവണത്തെ LDC നേടും എന്നുള്ള ഉറപ്പോടുകൂടി ഇതിനിറങ്ങിത്തിരിക്കുക. അത് വീട്ടിലിരുന്നിട്ടായാലും നമ്മുടെ ഈ ഒരു ബാച്ചിൽ ചേർന്നിട്ടായാലും. അപ്പോൾ ഈ ബാച്ചിൽ ചേർന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളവർക്ക് ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ 7306 186 841 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വരാം, നമുക്ക് ഒരുമിച്ച് മുന്നേറാം, വിജയം നേടാം, റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പിൽ കാണാം, നിങ്ങളുടെ സന്തോഷം പങ്കുവെക്കാം. ജോലി നേടി നല്ലൊരു ജീവിതം നയിക്കാനുള്ള എല്ലാ ആശംസകളും നേരുന്നു. ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഓൾ ദ ബെസ്റ്റ്.